പ്രതിവാരം 3000-ഓളം സർവീസുകൾ വെട്ടിക്കുറച്ചു വിമാന കമ്പനികൾ. വിമാനങ്ങളുടെ ലഭ്യത കുറയുന്നതും ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരുന്നതും യാത്രക്കാർക്ക് വലിയ തിരിച്ചടിയാകും. ആഭ്യന്തര വിമാന നിരക്കുകൾ ഏർപ്പെടുത്തിയിരുന്ന പരിധി നീക്കിയതും ഈ വിലക്കയറ്റത്തിന് ആക്കം കൂട്ടും. യാത്രാ സീസൺ ആരംഭിക്കാനിരിക്കെ ഇന്ത്യൻ വിമാന കമ്പനികൾ പ്രതിവാരം 3000-ഓളം സർവീസുകൾ വെട്ടിക്കുറച്ചുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വിമാനങ്ങളുടെ ലഭ്യത കുറയുന്നതും ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരുന്നതും യാത്രക്കാർക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. വൈകും തോറും കൂടുതൽ തുക നൽകേണ്ടി വരുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ സീറ്റ് പോലും ലഭിക്കാത്ത സാഹചര്യമുണ്ടായേക്കാം. കഴിഞ്ഞ വേനൽക്കാലത്ത് പ്രതിവാരം 25,000-ത്തിലധികം സർവീസുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണ വെറും 22,600 സർവീസുകൾ മാത്രമാണുള്ളത്. അതായത് ഏകദേശം 12% കുറവ്. അതേസമയം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങൾ ഇന്ത്യയിലെ വിനോദയാത്രകളുടെയും സ്കൂൾ അവധിക്കാലത്തിന്റെയും വിവാഹങ്ങളുടെയും പ്രധാന സമയമാണ്. യാത്രക്കാരുടെ എണ്ണം കൂടുമ്പോൾ വിമാനങ്ങളുടെ എണ്ണം കുറയുന്നത് സ്വാഭാവികമായും ടിക്കറ്റ് നിരക്ക് ഉയരാൻ കാരണമാകും. ആഭ്യന്തര വിമാന നിരക്കുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന പരിധി നീക്കിയതും ഈ വിലക്കയറ്റത്തിനാക്കം കൂട്ടും. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയും വ്യോമപാതയിലുണ്ടായ തടസ്സങ്ങളും വിമാന ഇന്ധനത്തിന്റെ വിലവർധനയും രൂപയുടെ മൂല്യത്തകർച്ചയും വിമാനങ്ങളുടെ വാടകയ്ക്കും അറ്റകുറ്റപ്പണികൾക്കും ചിലവ് കൂടിയതുമെല്ലാം ടിക്കറ്റ് വില വർധനയ്ക്കും സർവീസ് കുറയ്ക്കുന്നതിനും കാരണമാകുന്നുണ്ട്. പ്രവർത്തനപരമായ തടസ്സങ്ങൾ കാരണം വിമാന കമ്പനികൾ സ്വീകരിക്കുന്ന മുൻകരുതൽ നടപടികളും സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നതിന് കാരണമാണ്. ഇന്ധനവിലയും വിദേശ വിനിമയ നിരക്ക് വർദ്ധിച്ചതും ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും കാരണം വിമാന കമ്പനികൾ ജാഗ്രതയിലാണ്. വിമാന സർവീസുകൾ കുറയുന്നത് യാത്രക്കാരെ നേരിട്ട് തന്നെ ബാധിക്കും. പ്രധാന റൂട്ടുകളിൽ സീറ്റുകളുടെ എണ്ണം കുറയുകയും യാത്രാ തീയതിയോടടുപ്പിച്ച് ബുക്ക് ചെയ്യുമ്പോൾ വലിയ തുക നൽകേണ്ടതായും വരും. യാത്രാ സമയത്തിലും വിമാന കമ്പനി തിരഞ്ഞെടുക്കുന്നതിലുമുള്ള സ്വാതന്ത്ര്യം കുറയും. വിമാനങ്ങളുടെ സമയക്രമത്തിൽ മാറ്റമോ അല്ലെങ്കിൽ സർവീസുകൾ കൂട്ടിച്ചേർക്കലോ ഉണ്ടായേക്കാം. ടിക്കറ്റ് നിരക്കിന് സർക്കാർ നിശ്ചയിച്ചിരുന്ന നിയന്ത്രണങ്ങൾ നീക്കിയതോടെ വിമാന കമ്പനികൾക്ക് തോന്നും പോലെ നിരക്ക് ഈടാക്കാൻ സാധിക്കുമെന്നതും യാത്രക്കാർക്ക് തിരിച്ചടിയാണ്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.